ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ നമ്മളോടൊപ്പമുണ്ട്. ശിവരാട്ട, വലിയൊരു തോൽവിയാണ് വന്നിരിക്കുന്നത്, എന്താ തോന്നുന്നു? വലിയൊരു തോൽവിയൊന്നുമല്ല. ബി.ജെ.പി. അടിത്തറ പാലക്കാട് നഗര മണ്ഡലത്തിൽ ശക്തമാണ്. ഇത് ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് ബി.ജെ.പിക്ക് ഒ രാജഗോപാൽജി ക്യാപ്ചർ ചെയ്ത പോലെ, ശ്രീധരൻപിള്ള ക്യാപ്ചർ ചെയ്ത പോലെ വോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള നേതാക്കന്മാർ അഭാവമാണ്. അത് ബി.ജെ.പി. അടിത്തറയ്ക്ക് ഒരു കോട്ടവും പാലക്കാട് വന്നിട്ടില്ല. അടിത്തറ ശക്തമാണ്. അത് ഉഴുതുമറിച്ചാൽ എല്ലാം ശരിയാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പിഴവ് പറ്റിയ തോന്നിയിട്ടുണ്ടോ? അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയേണ്ടത് അന്നേ പറഞ്ഞു. ഇന്ന് നേതൃത്വത്തോട് ചിന്തിക്കണം, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. ഞാനതിൽ അഭിപ്രായം ഇപ്പം പറയുന്നില്ല. അത് സംസ്ഥാന അധ്യക്ഷനോടോ എനിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ചാർജുമില്ല. ഞാൻ എൻ്റെ ബൂത്തിൻ്റെ 59 നമ്പർ ബൂത്തിൻ്റെ ചാർജാണ് എന്നെ ഏൽപ്പിച്ചത്. അത് കൃത്യമായി നിർവഹിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ നഗരസഭയ്ക്കകത്ത് 828 വോട്ട് പോൾ ഈ ബൂത്ത് ചെയ്തപ്പോൾ 625 വോട്ടും ബി.ജെ.പിക്കാണ്. ഞാൻ ആ പണി ശക്തമായി ചെയ്തു, എല്ലാവർക്കും അറിയാം. മൂത്താന്തര ഭാഗത്ത് വോട്ട് കിട്ടി, പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വോട്ട് ഒലിച്ചു പോയിരിക്കുകയാണ്. അത് എനിക്കറിയില്ല. നിങ്ങൾ സുരേന്ദ്രനോടോ ജില്ലാ പ്രസിഡന്റോടോ ചോദിച്ചാൽ അറിയാം. ഞാൻ ഈ ബൂത്ത് വിട്ട് എവിടെയും പോയിട്ടില്ല അവസാന 10 ദിവസം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കഴിഞ്ഞില്ലേ. ഇനി സംസ്ഥാന നേതൃത്വ യോഗം ചർച്ച ചെയ്യണം, പാലക്കാട് ജില്ലാ നേതൃത്വം. ഇത് ചോദിക്കേണ്ടത് എന്നോടല്ല. ഞാനിതൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ. അല്ല, ശരിക്കും ഈ സ്ഥാനാർത്ഥിയിൽ വിയോജിപ്പുണ്ടായി രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. വിയോജിപ്പ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ജയിക്കാമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും. ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായത്തിൽ ഇല്ലെങ്കിൽ കെ സുരേന്ദ്രനായാലും ഇവിടെ ജയിക്കുമായിരുന്നു എന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, കോർ കമ്മിറ്റിയിലെ കുമ്മനത്തിനോട് പറഞ്ഞിട്ടുണ്ട്, പി.കെ. കൃഷ്ണദാസോട് പറഞ്ഞിട്ടുണ്ട്, മുരളിയേട്ടനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപയുടെ പരിപാടിക്ക് മുരളിയേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ അവരാണ് നിശ്ചയിക്കുന്നത്, എനിക്കതിൽ റോളില്ല. ഇത് കൃഷ്ണകുമാറിനെതിരായ ഒരു വികാരമാണ് ഇവിടെ കണ്ടത്. ഇത് ഇപ്പം പറയാൻ പറ്റില്ല, പരിശോധിക്കണം. അല്ല, വോട്ട് കഴിഞ്ഞു 39,000 വോട്ടാണ് കിട്ടിയത്, 40,000 കിട്ടിയിട്ടില്ല. അല്ല, അപ്പോൾ എന്ത് വികാരമാണ് ഇവിടെ ജനങ്ങൾ പ്രകടിപ്പിച്ചത്? ഇത് പാലക്കാട് സംഘപ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെയും തോറ്റു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിയും പറയാൻ ഞാൻ ആധികാരികമായ ആളല്ല. ഇത് നമ്മുടെ സംഘപ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി പരിവാർ പ്രസ്ഥാനം പ്രവർത്തിച്ച് ഇത് നമ്മുടെ ശക്തി ഇത്രയേ ഉള്ളൂ. ഞാൻ ജനവിധി അംഗീകരിക്കണ്ടേ? അല്ല, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഈ വോട്ട് ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കൂടുമായിരുന്നില്ലേ? അതിപ്പോൾ ഇന്നിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രസാദ്ജി. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞില്ല, ഇലക്ഷൻ കഴിഞ്ഞില്ലേ. ഇനി 2026 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലേക്കാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത നടക്കുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ നഗരസഭ സീറ്റുകൾ 35 ആക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇനി എൻ്റെ പ്രയത്നം. നഗരസഭയും തിരിച്ചു പിടിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് മുരളീധരൻ എന്ത് വേണമെങ്കിൽ വായാടത്തും പറയാം. സോണിയാഗാന്ധിയെ മദാമ എന്ന് പറഞ്ഞ ആളാണ്. അഹമ്മദ് പട്ടേൽ, അലുമിനിയം പട്ടേൽ എന്ന് പറഞ്ഞ ആളാണ്. അയാളെ ചരിത്രവും പറയുന്നത്. നഗരസഭ തിരിച്ചു പിടിക്കാൻ ഇത് കോട്ടയോ പുതുപ്പള്ളിയോ തൃക്കാക്കരയോ ഒന്നുമല്ല. ഇത് പാലക്കാട് ടാങ്കിടിയും ഭാസ്കറാവുജിയും ഉഴുതുമറിച്ച മണ്ണാണ്, കാവി മണ്ണാണ്. ഇത് ഈ 50 കൊല്ലത്തേക്ക് ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ വിഷയം, ഈ പരാജയം വേദി ഉന്നയിക്കുമോ? സ്ഥാനാർത്ഥി പരാജയം അടക്കം ഉന്നയിക്കുമോ? ഇനി പാർട്ടി പ്രവർത്തനം ശക്തമാക്കാൻ പാർട്ടി എന്നെ ഏൽപ്പിച്ച് എന്ത് പണിയോ അത് എൻ്റെ അവസാനം വരെ ചെയ്യും. അതല്ല, 40-50 വർഷമായിട്ട് കൗൺസിലറാണ് നിങ്ങൾ. അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളുടെ വാക്ക് ഇനിയിപ്പോൾ അവർ പരിഗണിക്കില്ല? ഇപ്പം നേതൃത്വം നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഉണ്ടായിരിക്കും. പരിഗണിച്ചാൽ ഗുഡ്, പരിഗണിച്ചിട്ടില്ലെങ്കിൽ വെരി ഗുഡ്. അല്ല, വേദിയിൽ ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ഉന്നയിക്കും? എന്നോട് ചോദിച്ചാൽ പറയും. ഞാൻ ആരെയും വ്യക്തിപരമായി കൃഷ്ണകുമാറിനെയോ സുരേന്ദ്രനെ അറ്റാക്കാനല്ല. സുരേന്ദ്രൻ നല്ല കഴിവുള്ള കപ്പാസിറ്റിയുള്ള നേതാവാണ്. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കേരള രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന നേതാവാണ് സുരേന്ദ്രൻ. അവരൊന്നും കുറ്റം പറയാനില്ല. ഇത് എല്ലാവരും പരാജയമാണ്. ഞാനടക്കമുള്ള പ്രവർത്തകൻ്റെ പരാജയമാണ്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളുടെ നിലയിലിട്ടിട്ട് ഞാൻ ഒഴിഞ്ഞു മാറാൻ എനിക്ക് അങ്ങനെയുള്ള പരസ്യമൊന്നും വേണ്ട. ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മരണം വരെ ഇനിയും അതെന്നെ പണി, ആ പണി തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ ആയിരുന്നെങ്കിൽ എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇനി അത് ആരുടെയും ഒരാളുടെ വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ തയ്യാറായില്ല എന്നാണ് എൻ ശിവരാജൻ പറയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.